ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ SIT വിഷമവൃത്തത്തിലാണ്. കാരണം അന്വേഷണം വളരെയധികം ഏരിയയിൽ കൂടെ പോകേണ്ടിയിരിക്കുന്നു. SITയുടെ ടീം ചെറുതാണ്. വളരെ സിസ്റ്റമാറ്റിക് മാത്രമേ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കുള്ളൂ. അതുകൊണ്ട് 90 ദിവസത്തിനുള്ളിൽ കുറ്റമറ്റ ഒരു ചാർജ് കൊടുക്കാൻ കഴിയില്ല. കാരണം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസികൾ അവരുടെ പിടിയിൽ കാര്യങ്ങൾ നിൽക്കില്ല. കാരണം ഇത് 1998 മുതൽ 2025 വരെയുള്ള വ്യാപകമായ അത് വളരെ സിസ്റ്റമാറ്റിക്കായ ഒരു സ്വർണം മോഷണം തന്നെയാണ്. അതിലേക്ക് അത്ര പെട്ടെന്ന് അതിലേക്ക് നീങ്ങിച്ചെന്ന് എത്താൻ കഴിയില്ല SITക്ക്. മുരാരി ബാബുവിന് പിന്നാലെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ജാമ്യം ലഭിക്കും. കാരണം 2-ാം തീയതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യത്തിൻ്റെ കാര്യം പരിഗണനയിലാണ്. 90 ദിവസം കഴിയും. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യത്തിൽ പോകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. മുരാരി ബാബു 2 കേസിനകത്തും ജാമ്യത്തിൽ പോയി. ഉണ്ണികൃഷ്ണൻ പോറ്റി 1 കേസ് ജാമ്യത്തിൽ നിൽക്കുകയാണ്. ഇനി അടുത്ത കേസിലേക്കും ജാമ്യം ലഭിക്കും, കൊടുത്തേ കഴിയുള്ളൂ. SIT ഇതിനകത്ത് പേടിക്കണ്ട. കാരണം അവർ എത്ര ആത്മാർത്ഥമായി ശ്രമിച്ചാലും അന്വേഷണം കുറ്റമറ്റതായ രീതിയിൽ കൊണ്ടെത്തിക്കാനായിട്ടുള്ള സമയം ഇത് പോരാ. 3 മാസം കൊണ്ട് എങ്ങും എത്തില്ല എന്നാണ് ഈ കേസിൻ്റെ സ്വഭാവവും കോംപ്ലിക്കേഷനും ഒക്കെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്. SITയെ പലരും കുറ്റം പറഞ്ഞു, ഞാനും പറഞ്ഞു. അത് അവിടെ നിൽക്കട്ടെ. കാരണം SIT ഒരു തീരുമാനം എടുക്കണം. മുരാരി ബാബു ജാമ്യത്തിൽ പോയി, ഉണ്ണികൃഷ്ണൻ പോയി. ഇനി സ്മാർട്ട് ക്രിയേഷൻ അവർ 90 ദിവസം കഴിഞ്ഞ് അവർ പോകും. അതുപോലെ ബാംഗ്ലൂർ ഗോവർദ്ധൻ പോകും. ഒന്നിനു പുറകെ ഒന്ന് 90 ദിവസം എത്തുമ്പോൾ ഇവരെല്ലാവരും ജാമ്യത്തിൽ പോകും. സ്വർണം തൊണ്ടി മുതലാണ് പ്രശ്നം. 98 മുതൽ 2025 വരെ കടത്തിയ ഒറിജിനൽ ധാരപാല ശില്പത്തിൻ്റെ പാളി, കട്ടിലപ്പള്ളിയുടെ പാളി, അതുപോലെ വാജി വാഹനത്തിൻ്റെ പ്രശ്നം, കൊടിമരത്തിൻ്റെ പ്രശ്നം, അങ്ങനെ നഷ്ടമായ സ്വർണത്തിൻ്റെ വ്യാപ്തി വളരെ വലുതാണ്. കോടിക്കണക്കിന് രൂപയുടെ കിലോ കണക്കിന് സ്വർണമാണ് പോയത്. അതുകൊണ്ട് ജാമ്യത്തിന് പോക്കൽ തുടങ്ങിക്കഴിഞ്ഞു. അത് തടഞ്ഞു നിർത്താൻ പറ്റില്ല, പിടിച്ചു നിർത്താൻ കഴിയില്ല. കാരണം അത് നിയമപരമായി അവരുടെ റൈറ്റാണ്. അവർ ആ രീതിയിൽ പൊക്കോട്ടെ എന്ന് വിചാരിക്കുക. ഹറിബറിയായിട്ടൊരു കുറ്റച്ചാർജ് SIT തയ്യാറാക്കരുത്. കാരണം ഇതിനകത്ത് ഇനിയും 10-24 കേസുകൾ എടുക്കേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഓരോ വർഷം അല്ലെങ്കിൽ ഓരോ 2 വർഷം ഓരോ പ്രസിഡന്റുമാരും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും അവരുടെ ശില്പന്തികളും തട്ടിക്കൊണ്ടുപോയ സ്വർണത്തിൻ്റെ കണക്ക് വരുമ്പം ആ കേസിനകത്തെങ്കിൽ 10-26 ആ സംഭവത്തിന് 10-26 FIR എടുക്കണം. അതുകൊണ്ടാണ് അതിനൊക്കെ സമയം വേണം. ആരൊക്കെയാണ് ഓരോ കേസിലും പ്രതികളായി വരേണ്ടത്, അവർ എത്രത്തോളം സ്വർണം കൊണ്ടുപോയി, ഇതിനൊക്കെ ഒരു ഏകദേശ ധാരണ വേണം. അതേസമയത്ത് നമുക്കറിയാം തൊണ്ടി കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അത് രാജ്യാന്തര തലത്തിലേക്ക് പോയി കഴിഞ്ഞു. അതാണ് ഉറപ്പ് വരുത്തേണ്ടത്. SIT അതിന് എത്ര ദിവസം എടുത്താലും ശരി അക്കാര്യത്തിൽ ഉറപ്പ് വരുത്തണം. കാരണം ശബരിമലയിൽ നിന്ന് വെളിയിൽ കൊണ്ടുപോയ സ്വർണം, അല്ലെങ്കിൽ ആ ധാരപാല ശില്പത്തിലെ പാളി, കട്ടിലപ്പടിയിലെ പാളി, വാതിലിൻ്റെ പാളി, അങ്ങനെയുള്ള പാളികൾ 2 സ്ഥലത്ത് ചെന്നെന്ന് നമ്മൾ കണ്ടു. ഒന്ന് ജയറാമിൻ്റെ വീടിൻ്റെ അവിടെ ഒരെണ്ണം ഒന്ന് ചെന്നിരിക്കുന്നു. പിന്നെ ചെന്നൈയിലെ ആ സ്മാർട്ട് ക്രിയേഷൻ്റെ അവിടെ ഒരു പൂജ നടന്ന് 2 സ്ഥലത്തെ ഒറിജിനൽ സാധനം തന്നെ. അതെങ്ങോട്ട് പോയി? അത് ജയറാമും സ്മാർട്ട് ക്രിയേഷൻസും ചോദ്യം ചെയ്ത് അത് പറയണം. ആര് കൊണ്ടുപോയവരെ അടിയന്തരമായിട്ട് ചോദ്യം ചെയ്ത് അത് എങ്ങോട്ട് കൊണ്ടുപോയി, അവർ ആർക്ക് കൊടുത്തു എന്ന് അവർ പറയണം. നമ്മൾ ഇതുപോലെ നേരത്തെ മണി എങ്ങനെയുള്ള വാങ്ങിച്ചവരെ തപ്പി നടക്കണ്ട. ഇവർ പറയണമല്ലോ ആ ഒറിജിനൽ സാധനം എങ്ങോട്ട് പോയി. അതിനല്ലേ അന്വേഷണം മികവറ്റതാക്കേണ്ടത്. ആ കാര്യത്തിനാണ്. എങ്കിലേ ഇതിനൊരു പരിഹാരമാകുകയുള്ളൂ, ഇതിനൊരു റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. അന്വേഷണത്തിൻ്റെ മേഖലകൾ അങ്ങനെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് ബാക്കിയുള്ളതെല്ലാം അന്വേഷണം നിർത്തിവെച്ചാലും വേണ്ടില്ല. ഒറിജിനൽ സാധനം
എങ്ങോട്ട് പോയി എന്ന് കണ്ടെത്തിയെങ്കിൽ മാത്രമേ ഒന്നോ രണ്ടോ കേസെങ്കിലും നമുക്ക് കുറ്റച്ചാർജ് കൊടുത്ത് അത് ട്രയലിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. ഇതിനകത്ത് ഇനി ധൃതി പിടിച്ചിട്ട് തട്ടിക്കൂട്ടി ചാർജ് കൊടുക്കരുത്, ഒരു പ്രാരംഭ ചാർജ് കൊടുക്കരുത്. അതിനും കാരണം അത് ഡിഫക്റ്റീവ് ആവും. നമുക്കറിയാവില്ല, ദിലീപിൻ്റെ കേസിനകത്ത് അതുണ്ടായി. അതിന് വീണ്ടും അവർ അടുത്ത ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ അതിൻ്റെ അകത്ത് നടത്തിയതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇതിനെ സ്വല്പം താമസിച്ചാലും പ്രതികൾ ഒന്നൊന്നായി ജാമ്യത്തിൽ പോയാലും അവരെങ്ങും പോവില്ല, ഇവിടെ തന്നെയുണ്ട്. അവരെ വീണ്ടും കസ്റ്റഡി വേണമെന്നില്ല, വീണ്ടും ചോദ്യം ചെയ്യുന്നതിന് വിളിച്ചു വരുത്താൻ നോട്ടീസ് കൊടുക്കാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടി വരും SIT. കാരണം ജാമ്യത്തിൽ പോകുന്ന സ്മാർട്ട് ക്രിയേഷൻ്റെ ആ ഭണ്ഡാരിയും ബാംഗ്ലൂരെ ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ തന്നെ മുരാരി ബാബുവും അവരൊക്കെ ജാമ്യത്തിൽ പോയാലും അവരെ ക്ലോസ് സർക്യൂട്ടിനകത്ത് നിർത്തണം. അവരെ വാച്ച് ചെയ്യാൻ ആൾ വേണം. അവരുടെ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യണം. ജാമ്യത്തിലേക്ക് ആയിക്കോട്ടെ, അവർ തൊണ്ടി സാധനങ്ങൾ മാറ്റാനോ അത് വാങ്ങിച്ചവരുമായിട്ട് ബന്ധപ്പെടാനോ ഒന്നിനും ഒരു അവസരം കൊടുക്കാതെ അവരുടെ വീടിൻ്റെ പരിസരത്ത് തന്നെ, ജാമ്യത്തിൽ എവിടെ നിൽക്കുന്നു പരിസരത്ത് തന്നെ അവരെ വാച്ച് ചെയ്യാനും അവരുടെ മൂവ്മെൻറ്റ് അറിയാനും പോലീസുകാരെ മഫ്തിയിൽ നിയോഗിക്കണം. അവരറിഞ്ഞോട്ടെ. പിന്നെ അവർക്ക് ഏക മാർഗം അവർക്ക് ഫോണിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അത് തീർച്ചയായിട്ടും അത് കണ്ടെത്താനുള്ള, ആ ഫോൺ ആരൊക്കെയാണ് വിളിക്കുന്നതെന്ന് കണ്ടെത്താനുള്ള സംവിധാനം പോലീസിനുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള സമയം അതിനകത്ത് ധൃതി പിടിച്ചൊരു കുറ്റച്ചാർജ് കൊടുക്കണ്ട. കാരണം ഒരാൾ ജാമ്യത്തിന് പോയി തുടർച്ചയായി 90 ദിവസത്തുമ്പോൾ എല്ലാവരും പോയിക്കോട്ടെ എന്ന് വിചാരിച്ചോളൂ. അവർ പോയാലും അവർ എപ്പം വിളിച്ചാലും അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ എത്തണം എന്നുള്ള കണ്ടീഷൻ തന്നെയാണ്, യാതൊരു സംശയമില്ല. ആ 2-3 കേസല്ല അവർ ജാമ്യത്തിൽ പോകേണ്ടത്. അവർ ധാരാളം കേസിലെ പ്രതിയായി മാറും. അതിനുള്ള സംവിധാനം ചെയ്യുക. ഇതൊരു പര്യവസാനം വളരെ ഫാസ്റ്റായിട്ട് എത്തട്ടെ. അതുകൊണ്ടാണ് ഞാൻ ഈ രീതി ചിന്തിക്കുന്നത്. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ഒരു വ്യക്തിയുടെ ചിന്ത ഇങ്ങനെയാണ് എൻ്റെ ചിന്ത പോകുന്നത്. കാരണം ഈ കൊള്ളയ്ക്ക് നമുക്ക് അതിന് കാരണക്കാരായവരെ ശിക്ഷിപ്പിച്ചേ അടങ്ങും. അത് എത്ര പ്രായമുള്ളവരും ശരി, ഏത് രാഷ്ട്രീയ സ്വാധീനമുള്ളവരായാലും ശരി, നമുക്കവരെ ശിക്ഷിപ്പിച്ചേ പറ്റുള്ളൂ. അത് വകവെച്ച് കൊടുക്കാൻ കഴിയില്ല. കേരളം മുഴുവൻ നമ്മളറിയാമല്ലോ, കോപ്പറേറ്റീവ് ബാങ്കുകളിലെല്ലാം പണം അടിച്ചു മാറ്റിക്കഴിഞ്ഞു. ഏത് രാഷ്ട്രീയ സംഘടനയാണെങ്കിലും ശരി, എവിടെ പണം വെച്ചാലും ശരി, അത് അടിച്ചു മാറ്റുന്ന സ്വഭാവം രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത് മലയാളികളാണ്. മലയാളികൾ നല്ല ഒന്നാന്തരം ഫ്രോഡാണ് എന്ന് ഞാൻ പലപ്പോഴും പറയുന്നതിൻ്റെ കാരണം, എവിടെ പണം വെച്ചാലും ശരി, എവിടെ ഗോൾഡ് വെച്ചാലും ശരി, അത് അടിച്ചു മാറ്റാൻ കഴിവുള്ളവരാണ് മലയാളികൾ. ആ ഒരു കാര്യത്തിൽ, കാരണം ഇന്ത്യയിലെ മൊത്തം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ള സ്റ്റേറ്റിലുള്ളവരൊക്കെ വലിയ ക്രൈമൊക്കെ ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം. പൊതുവായി ജീവിതം മുഴുവൻ ഫ്രോഡായിട്ട് നിൽക്കുന്ന ധാരാളം മലയാളികളുണ്ട്. അക്കൂട്ടത്തിലുള്ളവരൊക്കെ രാഷ്ട്രീയ പാർട്ടിയുടെ അവരുടെ തണൽ ചാരി അവരിലേക്ക് ചേക്കേറി അതിൽ കൂടെ ഓരോ പൊസിഷൻ കൈവശപ്പെടുത്തി അവിടെ മുഴുവനെല്ലാം സ്വർണവും പണവും അടിച്ചു മാറ്റുന്ന കാഴ്ച അവരെന്നിട്ട് ജാമ്യത്തിൽ ഇറങ്ങി നാണമില്ലാതെ പ്രസംഗിക്കുന്നുവെന്ന് നമ്മൾ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു സംഭവമാണ് കേരളത്തിൽ നടന്നു വരുന്നത്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് പ്രതികളൊക്കെ ജാമ്യത്തിൽ പൊക്കോട്ടെ, അവർ കോടതിയുടെ പരിധി തന്നെ ഉണ്ടാവും, അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ പരിധി തന്നെ ഉണ്ടാവും. അതുകൊണ്ട് അന്വേഷണം മികവുറ്റതായിട്ട് മുന്നോട്ട് പോട്ടെ. ഒരു തരത്തിലും അതിനകത്തൊരു ലൂപ്പുകളും ഇടാതെ കൃത്യമായ ചാർജ് ഷീറ്റ് കൊടുക്കാൻ SITക്ക് അറിയാം. അതുകൊണ്ട് സമയമെടുത്തോളൂ. നമുക്ക് കുറ്റവാളികളെ ശിക്ഷിച്ചു മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ.